സോ ഹായ് ഓൾ, ഇന്ന് നമുക്ക് കൗണ്ടിങ് ട്രയാങ്കിൾസ് നോക്കാം. ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നുള്ളത് കേട്ടറ്റ് എക്സാമുകളിലാണ് ഇതിൻ്റെ തുടക്കം. മറ്റേതിൻ്റെ ഡീപ്പസ്റ്റ് വേർഷനൊക്കെ നമുക്ക് SSC RRB പോലത്തെ എക്സാമുകളിലാണ് കാണാറുള്ളത്. സോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഇതുപോലൊരു ചിത്രം തന്നിട്ട് ഇതിലെത്ര ത്രികോണങ്ങളുണ്ടെന്നാണ് ചോദിക്കാറുള്ളത്. സോ ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിൽ ഉള്ളതിൽ ഇപ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ടൈപ്പ് ചെയ്യുക. 1 2 3 4. സോ ഇതിൻ്റെ ആൻസർ വരിക ജസ്റ്റ് 4 × 2 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. 4 × 2 എത്രയാണ്? 8. സോ ഇതിൽ 8 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞോളൂ. സോ ശരിക്കും ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ കൺസെപ്റ്റ് കുറച്ച് വലുതാണ്. ഇതിൽ എത്ര കുഞ്ഞു ട്രയാങ്കിൾ ഉണ്ട് എന്ന് എണ്ണി അതിൽ 2 ട്രയാങ്കിൾ വെച്ച് എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് എണ്ണി അങ്ങനെ ടോട്ടൽ എണ്ണിയിട്ടാണ് ഇതിൻ്റെ ആൻസറിലേക്ക് വരിക. ചെറിയ കൺസെപ്റ്റ് ഞാൻ പറയാം. ഉദാഹരണത്തിന് ഇതിലിപ്പോൾ കുഞ്ഞു ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട്? കുഞ്ഞു ട്രയാങ്കിൾ ഇതിൽ വരുന്നത് 4 എണ്ണമാണ്, ശരിയല്ലേ? 1 2 3 4. ഇനി അടുത്തത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിലെ 2 ട്രയാങ്കിൾസ് വെച്ചിട്ട് എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ 2 ട്രയാങ്കിൾ ചേർന്ന് ഒരു ട്രയാങ്കിൾ ആവുന്നില്ലേ? ഉണ്ട്. അപ്പോൾ 2 ട്രയാങ്കിൾസ് വെച്ച് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇത് 2 എണ്ണം ചേർന്ന് 1 കിട്ടുന്നുണ്ട്. ഈ 2 ട്രയാങ്കിൾ ചേർന്നിട്ടും 1 കിട്ടുന്നുണ്ട്. ഈ 2 ട്രയാങ്കിൾ ചേർന്നിട്ടും 1 കിട്ടുന്നുണ്ട്, ശരിയല്ലേ? ഈ 2 ട്രയാങ്കിൾ ചേർന്നിട്ടും 1 കിട്ടുന്നുണ്ട്. സോ 2 കുഞ്ഞ് ട്രയാങ്കിൾ വെച്ചിട്ട് 4 ട്രയാങ്കിൾസ് അങ്ങനെയും കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത് 3 ട്രയാങ്കിൾസ് വെച്ചിട്ട് എന്തെങ്കിലും ട്രയാങ്കിൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. 3 ട്രയാങ്കിൾ ചേർന്നതിലൊരു ട്രയാങ്കിൾ ആവുന്നില്ല. സോ ഒരു ട്രയാങ്കിൾ 3 ട്രയാങ്കിൾ ചേർന്നിട്ട് കിട്ടില്ല. സോ 3 ട്രയാങ്കിൾ ചേർന്നിട്ട് നിങ്ങൾ പറയേണ്ടത് ഒന്നും കിട്ടുന്നില്ല, 0 ആണ്. ആൻഡ് പിന്നെ 4 ട്രയാങ്കിളും ചേർന്നിട്ട് ഒരു ട്രയാങ്കിൾ ആവുന്നുണ്ടോ എന്നുള്ളതാണ്. ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 4 ട്രയാങ്കിൾസ് ചേർന്നിട്ടും ഇതിൽ ട്രയാങ്കിൾസ് ഇല്ല. സോ ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 + 4, നിങ്ങളുടെ ആൻസർ 8 ആണ്. സോ ഇതാണ് കൺസെപ്റ്റ്. പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൊത്തത്തിൽ എണ്ണ × 2 ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1 2 3 4 5 6. സോ മൊത്തം 6 ട്രയാങ്കിളാണ് ഉള്ളത്. സോ 6 × 2 നിങ്ങളുടെ ആൻസർ എത്ര വരും? 12. സോ നിങ്ങളുടെ ആൻസർ 12 എന്നാണ് വരും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനെ നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. സോ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെ ഒരു റെക്റ്റാങ്കിളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ വരുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ചിത്രത്തിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, അല്ലേ? ഒരു വലിയ ത്രികോണം തന്നിട്ട് അതിലെത്ര ത്രികോണങ്ങളുണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഷോർട്ട് കട്ട് മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഒരു ട്രയാങ്കിൾ, ഇവിടെ 2 ട്രയാങ്കിൾ. സോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഈ 1 ഉം 2 ഉം കൂട്ടുക എന്നുള്ളതാണ്. സോ 1 + 2 എത്രയാണ്? 3. സോ 3 ട്രയാങ്കിൾസാണ് ഇതിൽ നിന്ന് കിട്ടുക, അല്ലേ? അത് നമ്മൾ നോക്കിയാലും കാണാം, ഈ ഒരു ട്രയാങ്കിളും ഉണ്ടാവും, ഈ ഒരു ട്രയാങ്കിളും ഉണ്ടാവും, പിന്നെ വലിയ ഒരു ട്രയാങ്കിളും ഉണ്ടാവും, ശരിയല്ലേ? സോ ഇതെങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക, അല്ലേ? ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ 2, ഇവിടെ 3. സോ നിങ്ങൾ ചെയ്യേണ്ടത് 1 + 2 + 3 എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ വരിക. സോ 1 + 2 3, 3 + 3 6. സോ 6 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞോണം. ഇതിൻ്റെ ആൻസർ അപ്പോൾ എങ്ങനെ ചെയ്യാടാ? അങ്ങനെ 1 2 3 4. സോ 1 + 2 + 3 + 4. സോ നിങ്ങളുടെ ആൻസർ വരിക 1 + 2 3, 3 + 3 6, 6 + 4 10. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 10. സോ നിങ്ങൾക്ക് സ്റ്റെപ്സ് മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ്. സോ ഇത്രേ ചെയ്യാനുള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.